നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. SSLC പരീക്ഷയുടെ ആദ്യ ദിനം ജില്ലയിൽ 36,145 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. കഴിഞ്ഞ ദിവസം അന്തരിച്ച പാണഞ്ചേരി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PV പത്രോസിന് അന്തിമോപചാരം അർപ്പിക്കാൻ റവന്യൂ മന്ത്രി K രാജനടക്കം നിരവധി രാഷ്ട്രീയ പ്രവർത്തകർ എത്തി. പത്മശ്രീ IM വിജയന് സുവർണ ബോൾ നൽകി തൃശൂർ പൗരാവലി ആദരിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പുന്നമ്പറമ്പിൽ ഗർഭാശയകള ക്യാൻസർ സ്ഥാനാർബുദ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. തിരുവാണിക്കാവ് ഭഗവതിയുടെ കുംഭഭരണി വേല മഹോത്സവം ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. SSLC പരീക്ഷയുടെ ആദ്യ ദിനം ജില്ലയിൽ 36,145 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. തൃശൂർ ജില്ലയിൽ 267 സെന്ററുകളിലായി 36,145 വിദ്യാർത്ഥികൾ SSLC പരീക്ഷ എഴുതി. 3 കുട്ടികൾ ഹാജരായില്ല. മതിലകം സെന്റ് ജോസഫ് സ്കൂളിലാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത്. 565 വിദ്യാർത്ഥികളാണ് ഇവിടെ പരീക്ഷ എഴുതിയത്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 555 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. രാമവർമ്മപുരം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, പൂങ്കുന്നം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, കേച്ചേരി മാമുൽ ഹുദ സ്കൂൾ എന്നിവിടങ്ങളിലാണ് ഏറ്റവും കുറവ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത്. തൃശൂർ, ഇരിങ്ങാലക്കുട, ചാവക്കാട് എന്നീ 3 വിദ്യാഭ്യാസ ജില്ലകളിലായി 36,148 വിദ്യാർത്ഥികളാണ് ജില്ലയിൽ SSLC പരീക്ഷ എഴുതുന്നത്. ഇതിൽ 18,575 ആൺകുട്ടികളും 17,569 പെൺകുട്ടികളുമാണ് ഉള്ളത്. ചോദ്യപേപ്പർ ചോർച്ച പോലുള്ള സംഭവങ്ങൾ ഒഴിവാക്കാൻ സംസ്ഥാന തലത്തിലുള്ള സ്ക്വാഡുകൾക്ക് പുറമെ ജില്ലയിൽ 4 സ്ക്വാഡുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കുട്ടികളുടെ പരീക്ഷാപേടി അകറ്റുന്നതിനും വേനലിൽ കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട് പരീക്ഷയുടെ സുഗമമായ നടത്തിപ്പിനും ശക്തമായ മുന്നൊരുക്കങ്ങളാണ് വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത്. പരീക്ഷാ കാലയളവിൽ വേനൽ ചൂട് മൂലം വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ തടയുന്നതിനായി പരീക്ഷാ സെന്ററുകളിൽ, ക്ലാസ് മുറികളിൽ കുടിവെള്ളം ഉറപ്പാക്കണമെന്ന് സ്കൂളുകൾക്ക് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ വായു സഞ്ചാരമുള്ള ക്ലാസ് മുറികൾ ഉറപ്പാക്കുക, ക്ലാസ് മുറികളിൽ ഫാൻ നിർബന്ധമാക്കുക തുടങ്ങിയ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പരീക്ഷാ കാലയളവിൽ ഓപ്പൺ അസംബ്ലി ഒഴിവാക്കാനും വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകി. അന്തരിച്ച പാണഞ്ചേരി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PV പത്രോസിന്റെ സംസ്കാരം നടത്തി. മുൻ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മുതിർന്ന കോൺഗ്രസ് നേതാവും ട്രേഡ് യൂണിയൻ നേതാവുമായിരുന്നു. കണ്ണാറ മാരായ്ക്കലിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം. അസുഖബാധിതനായി ഏറെക്കാലമായി ചികിത്സയിലായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിക്ക് കരിപ്പാക്കുന്ന് മാർ ബസേലിയൂസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടത്തി. 2000 മുതൽ 2003 വരെയും 2010 മുതൽ 2012 വരെയും പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. BA ഇക്കണോമിക്സ് ബിരുദധാരിയായിരുന്ന PV പത്രോസ് INTUC ജില്ലാ പ്രസിഡന്റ്, ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ നിർമ്മാണ തൊഴിലാളി യൂണിയന്റെ ജില്ലാ പ്രസിഡന്റ്, അസംഘടിത തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എന്നീ ചുമതലകളും വഹിച്ചിട്ടുണ്ട്. നിലവിൽ ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ നിർമ്മാണ തൊഴിലാളി യൂണിയന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. ഭാര്യ മോളി, മക്കൾ അഡ്വക്കേറ്റ് ബെന്നി, മിനി, സിനി, ലിനി, മരുമക്കൾ സെബി, സുനിൽ, ഷിനു, മനു എന്നിവരാണ്. അന്തരിച്ച മുൻ പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് PV പത്രോസിന് വിട ചൊല്ലി ജന്മനാട്. അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത് നിരവധി പ്രമുഖർ. സ്വവസതിയിൽ നിന്നും മൃതദേഹം പാണഞ്ചേരി പഞ്ചായത്ത് ഓഫീസിൽ എത്തിച്ച് പൊതുദർശനത്തിന് വെച്ചു. പാണഞ്ചേരി പഞ്ചായത്തിന് വേണ്ടി പ്രസിഡന്റ് PP രവീന്ദ്രൻ, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ ചേർന്ന് അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലും INTUC ഓഫീസിലും പൊതുദർശനം ഒരുക്കി. രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരാണ് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത്. റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, UDF ജില്ലാ ചെയർമാൻ O അബ്ദുറഹിമാൻ കുട്ടി, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, മുൻ MLA MP വിൻസെന്റ്, മേയർ MK വർഗീസ്, കോൺഗ്രസ് നേതാക്കളായ ഷാജി കോടങ്കണ്ടത്ത്, മുൻ MLA PA മാധവൻ, സുനിൽ അന്തിക്കാട്, ജെജു സെബാസ്റ്റ്യൻ, KC അഭിലാഷ്, KN വിജയകുമാർ, മുൻ മേയർ IP പോൾ,
പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് പി രവീന്ദ്രൻ, CPM നേതാക്കളായ പ്രദീപ്, MM അവറാച്ചൻ, മനു പുതിയമഠം, PR രജിത്ത്, CTV ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ ആന്റോ വി മാത്യു തുടങ്ങി നിരവധി പേരാണ് മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിച്ചത്. ഒരു ജനകീയനായ ജനപ്രതിനിധി എങ്ങനെയാകണം എന്ന് ജീവിതം കൊണ്ട് കാണിച്ചു തന്ന വ്യക്തിയാണ് PV പത്രോസ് എന്നും അദ്ദേഹത്തിന്റെ വിയോഗം തീരാ നഷ്ടമാണെന്നും നേതാക്കൾ അനുസ്മരിച്ചു. വലിയ നഷ്ടമാണ് ഈ പത്രോസേട്ടൻ്റെ വേർപാട്. ട്രേഡ് യൂണിയൻ രംഗത്തോട് മാത്രമല്ല, പാർട്ടിയുടെ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് ഈ പാണഞ്ചേരി പഞ്ചായത്ത് മലയോര മേഖലയിലൊക്കെ വലിയൊരു ശക്തി കേന്ദ്രം തന്നെയാണ്. ബഹുമാനായ PR ഫ്രാൻസിസിനൊപ്പം തന്നെ ഈ പ്രദേശങ്ങളിൽ മലയോര മേഖലകളിലൊക്കെ പാർട്ടിയെ കെട്ടിപ്പടുത്തി ഒരുപാട് പ്രയത്നിച്ചൊരു വ്യക്തിത്വമാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലൊക്കെ ഏറ്റവും വിഷമമുള്ള സമയമാണിത്. വർഷങ്ങളായി കോൺഗ്രസിലും INUCയിലും ശ്രീ പത്രോസ് കഴിഞ്ഞ കുറച്ചുകാലമായി അസുഖമായി കിടക്കുന്നതുകൊണ്ട് എനിക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. എങ്കിലും ഞങ്ങൾ INUCയുടെ ജില്ലാ പ്രസിഡന്റായിരുന്ന സന്ദർഭത്തിലൊക്കെ തന്നെ ഈ പ്രദേശത്തും ജില്ലയിലെ കെട്ടിട നിർമ്മാണ തൊഴിലാളി മേഖലയിലുമൊക്കെ സജീവമായി പ്രവർത്തിക്കുകയും പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരാളെന്ന നിലയിൽ തീർച്ചയായും INUCക്കും പാർട്ടിക്കും അദ്ദേഹത്തിൻ്റെ അഭാവം, പ്രത്യേകിച്ച് നാട്ടുകാർക്കും രാഷ്ട്രീയ വേദന നാട്ടുകാർക്കും അദ്ദേഹത്തിൻ്റെ അഭാവം നഷ്ടമായിരിക്കും. പത്രോസേട്ടൻ പാണഞ്ചേരിയിലെ ഏറ്റവും ജനകീയനായ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. ഈ പാണഞ്ചേരിയിലെ ഏത് വികസനത്തിലും അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പുണ്ട്. അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കാലത്താണ് ഏറ്റവും കൂടുതൽ വികസനം ഇവിടെ ഈ പ്രദേശത്ത് നടന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എപ്പോഴും പാണഞ്ചേരിയും പട്ടിക്കാടും ബീച്ചിയും ഈ പ്രദേശങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. പിന്നെ അത് തന്നെയല്ല, തൊഴിലാളികൾക്ക് വേണ്ടിയും മലയോര കർഷകർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ്. അദ്ദേഹം കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു. അപ്പോൾ തൊഴിലാളി മേഖലകളിൽ PR-ന് ശേഷം ഉള്ളൂർ മേഖലയിൽ നിന്ന് തൊഴിലാളികൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ശബ്ദിച്ച നേതാവാണ് പത്രോസേട്ടൻ. ഇതൊക്കെ കാണുമ്പോൾ തമാശ രൂപത്തിൽ പത്രോസേട്ടനോട് പറയുമായിരുന്നു, ഇത്രയും എളിമയും ഭാഗ്യവും ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള അഭാവം എല്ലാവരിലും മതിപ്പ് ഉളവാക്കുന്നതായിരുന്നു. കോൺഗ്രസിൻ്റെ ഉന്നതനായ ഒരു നേതാവ് എന്നതിലുപരി പാണഞ്ചേരി പഞ്ചായത്തിലെ മുഴുവൻ ആളുകളെയും സുഹൃത്തുക്കളാക്കാൻ ഉള്ള പാഠവും അതിനുള്ള നേതൃത്വപരമായിട്ടുള്ള കഴിവ് സ്മരണ പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് സംസാരിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ദീർഘകാലം ട്രേഡ് യൂണിയൻ രംഗത്ത് പത്രോസേട്ടനോടൊപ്പം ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ആശയപരമായി ഇരു ചേരികളിൽ ആണെങ്കിൽ കൂടി ഒരുപാട് തവണ ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള അവസരമുണ്ടായിട്ടുണ്ട്. പല കാര്യങ്ങളിലും പല വിഷയങ്ങളിലും നമ്മൾ കാണുന്നതിനേക്കാൾ ഭംഗിയായി, പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഭംഗിയായി ആ വിഷയം തീർപ്പാക്കാൻ പത്രോസേട്ടനെ പോലുള്ളവരുടെ അനുഭവ സമ്പത്ത് ഒരുപക്ഷെ ട്രേഡ് യൂണിയൻ മേഖലയിൽ എന്നെ ഞാനാക്കുന്നതിൽ നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പത്മശ്രീ IM വിജയനെ സുവർണ ബോൾ നൽകി ആദരിച്ചു. തൃശൂർ പൗരാവലിയുടെ നേതൃത്വത്തിലാണ് ആദരം. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച അർജുന അവാർഡ് ജേതാവ് കൂടിയായ IM വിജയനോടുള്ള ആദര സൂചകമായാണ് തൃശൂർ വാക്കേഴ്സ് ക്ലബിന്റെയും വെറ്ററൻസ് ക്ലബിന്റെയും നേതൃത്വത്തിൽ തൃശൂർ പൗരാവലി സ്വീകരണം നൽകുന്നത്. മാർച്ച് 4-ന് വൈകിട്ട് തൃശൂർ ടൗൺ ഹാളിൽ വെച്ചാണ് സ്വീകരണത്തിന് മുന്നോടിയായി പാറമേക്കാവിന് മുന്നിൽ നിന്ന് ഘോഷയാത്രയും സംഘടിപ്പിച്ചു. മന്ത്രിമാർ, MLA-മാർ, കളക്ടർ, സിനിമാ താരങ്ങൾ, സ്പോർട്സ്, സാമൂഹിക, വ്യവസായ, രാഷ്ട്രീയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. കേരളം കണ്ട പ്രഗത്ഭനായ രാഷ്ട്രീയ നേതാവ്, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ ഇന്ത്യൻ പാർലമെന്റ് തകർത്തു നിന്ന ഇന്ത്യയെ പ്രതികരിക്കുന്ന പ്രിയങ്കരനായ, കേരളത്തെ പ്രതികരിക്കുന്ന ഏറെ പ്രിയങ്കരനായ മേയർ, ഏറെ പ്രിയങ്കരനായ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സാർ, ഏറെ പ്രിയങ്കരനായ ഇക്കഴിഞ്ഞ ദേശീയ പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ പത്മ
പത്മശ്രീ ലഭിച്ചു എന്ന് നമ്മളെല്ലാവരും ആഹ്ലാദത്തോടുകൂടിയാണ് കേൾക്കുകയും കാണുകയും ചെയ്തത്. ആ ആഹ്ലാദത്തിൽ നമ്മളെല്ലാവരും പങ്കാളികളാവുകയും ചെയ്തു. ഇന്ന് ശ്രീ എം വിജയന് വർക്കേഴ്സ് ക്ലബും വെറ്ററൻ ക്ലബും സംയുക്തമായി ഇവിടെ ഒരു സ്വീകരണം ഒരുക്കിയിരിക്കുകയാണ്. ആദ്യമായി തന്നെ ഇത്തരമൊരു സ്വീകരണം ഒരുക്കി എം വിജയനെ ആദരിക്കാൻ തയ്യാറായ വെറ്ററൻസ് ക്ലബ് ഭാരവാഹികളെയും വർക്കേഴ്സ് ക്ലബ് ഭാരവാഹികളെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ പത്മശ്രീ എം വിജയന് പത്മശ്രീ ലഭിച്ചതിലുള്ള അഭിമാനം പങ്കുവയ്ക്കുന്നതോടൊപ്പം തന്നെ ഇനിയും അദ്ദേഹത്തിന് ഒട്ടേറെ പുരസ്കാരങ്ങൾ ലഭിക്കാൻ കഴിയുമാറാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുകയാണ്. ടീച്ചറാകുമ്പോൾ തന്നെ വന്നത് 5 കൊല്ലമാണ് ടീച്ചർ ക്ലാസ്സിൽ പഠിച്ചത്. ആ ടീച്ചർ ക്ലാസ്സിൽ നിന്ന് വേറെ ഒന്നും മാറിയില്ല. അപ്പോൾ ആ സമയത്താണ് നിങ്ങളൊക്കെ ഇങ്ങനെ റീൽസൊക്കെ കണ്ടിട്ടുണ്ടാവും. ടീച്ചറുള്ളപ്പോൾ പറയാൻ ഒരു അവസരം ഇതുവരെ കിട്ടിയിട്ടില്ല. ടീച്ചറാണ് എന്തായാലും നേരം വൈകി വരേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ടീച്ചറെ ഭക്ഷണം റെഡി ഉണ്ടാകുന്നില്ല വീട്ടിൽ, അതുകൊണ്ടാണ്. അപ്പോൾ അമ്മയ്ക്ക് എന്താ പണിയെന്ന് ചോദിച്ചു. അമ്മയ്ക്ക് കൂലിപ്പണിയൊക്കെ തന്നെയാണ്. അപ്പോൾ അമ്മ എന്താ കഞ്ഞി വയ്ക്കാണ്ടിരുന്നതെന്ന് വെച്ചാൽ അരിയൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് തൊട്ട് ഞാൻ സ്കൂളിൽ നിന്ന് 8ാം ക്ലാസ്സിൽ നിന്ന് പോണവരെ ആ ടീച്ചറാണ് വീട്ടിൽ നിന്ന് എനിക്കൊരു പൊതി ചോറ് എപ്പോഴും കൊണ്ടുവരുന്നത്. പക്ഷെ ആ ഇപ്പോൾ രാഷ്ട്രീയ സാർ പറഞ്ഞ പോലെ ഞാനും അമ്മേൻ്റെ നിന്ന് 10 പൈസ കൊടുത്ത് മിഠായി മേടിച്ചിട്ട് ക്യാമ്പ് വരെ പോകുമ്പോൾ ആ ടേസ്റ്റ് ഇപ്പോൾ 5 സ്റ്റാർ ഹോട്ടൽ കഴിച്ചാലോ 7 സ്റ്റാർ ഹോട്ടൽ കഴിച്ചാലോ ഒന്നും കിട്ടില്ല. ടീച്ചറുടെയും എൻ്റെ അമ്മേരെ 10 പൈസ മിഠായിൻ്റെ ആ ടേസ്റ്റ് ഒന്നും ഇപ്പോൾ ഏത് ഹോട്ടലിൽ കഴിച്ചാലും കിട്ടില്ല. പക്ഷെ അതൊക്കെ ഒരു വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ വരെയൊക്കെ എത്തിയത്. പിന്നെ എന്നെ സ്നേഹിക്കുന്നത് എനിക്ക് ഈ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര അധികമാണ്. ഞാനത് മിസ്യൂസ് ചെയ്യാത്ത ആളാണ്. മിസ്യൂസ് ചെയ്യാൻ തീരെ താല്പര്യമില്ലാത്ത ആളാണ്. അതുകൊണ്ടൊക്കെയാണ് സ്വാമി ഇവരും എല്ലാവരും നിങ്ങളെല്ലാവരും ഇത്ര വലിയൊരു ആദരവ് തന്നത്. തീർച്ചയായിട്ടും വലിയൊരു അഭിമാനമുള്ളൊരു കാര്യമാണ് എനിക്ക്. പിന്നെ ഫാമിലി എന്ന് പറയുന്നത് എൻ്റെ വൈഫോടിരിക്കേണ്ട രാജി. പിന്നെ ഞാൻ ഈ റെഡിക്ക് കല്യാണം കഴിഞ്ഞിട്ടാണ് നന്നായിട്ട് ഫുട്ബോൾ കളിക്കാൻ തുടങ്ങിയത്. വടക്കാഞ്ചേരിയിൽ വിദ്യാർത്ഥികൾക്കും ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ എത്തുന്നവർക്കും ദാഹമകറ്റാൻ തണ്ണീർ പന്തലുയർന്നു. തെക്കുങ്കര ഗ്രാമപഞ്ചായത്തിലെ മണലിത്തറ 5-6 വാർഡുകളിലെ മെമ്പർമാരുടെ നേതൃത്വത്തിലാണ് ഈ സംരംഭം. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം AR കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. വാർഡംഗം PT മണികണ്ഠനും ഓട്ടോറിക്ഷ തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് മഴ പെയ്യുന്നതുവരെ വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ തണ്ണീർ പന്തൽ എല്ലാ വർഷവും നടത്തി വരാറുള്ളതാണ്. വാർഡംഗം PT മണികണ്ഠൻ, ഓട്ടോറിക്ഷ തൊഴിലാളി സതീഷ് തിരുത്തുമ്മേൽ തുടങ്ങിയവർ സംസാരിച്ചു. കൂർക്കഞ്ചേരി കുറുപ്പം റോഡ് കോൺക്രീറ്റിംഗ് 3ാം ഘട്ടം പൂർത്തീകരിച്ച് മെട്രോ ഹോസ്പിറ്റൽ മുതൽ കൊക്കാല വരെയുള്ള ഭാഗം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. കൂർക്കഞ്ചേരി മുതൽ കുറുപ്പം റോഡ് സ്വരാജ് റൗണ്ട് വരെ 10 കോടി രൂപ ചെലവിൽ നിർമ്മാണം പുരോഗമിച്ചു വരികയാണ്. സമയബന്ധിതമായി 2 ഘട്ടങ്ങൾ പൂർത്തീകരിച്ച് കൂർക്കഞ്ചേരി മുതൽ മെട്രോ വരെയുള്ള ഭാഗം ഗതാഗതം പുനരാരംഭിച്ചു. 3ാം ഘട്ടമായ മെട്രോ മുതൽ കൊക്കാല വരെയുള്ള ഭാഗം കോൺക്രീറ്റിംഗ് പൂർത്തീകരിച്ച് മേയർ MK വർഗീസ് തുറന്നുകൊടുത്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ വർഗീസ് കണ്ടംകുളത്തി, മുകേഷ് കുളപ്പറമ്പിൽ, അസിസ്റ്റന്റ് കമ്മീഷണർ സലീഷൻ ശങ്കർ തുടങ്ങിയവർ നിർമ്മാണ പുരോഗതി പരിശോധിച്ച് അവസാന ഘട്ടം അതിവേഗം നിർമ്മാണം പുരോഗമിച്ചു വരുന്നെന്ന് വിലയിരുത്തി. മാർച്ച് അവസാനം ജനങ്ങൾക്കായി തുറന്നു കൊടുക്കാൻ സാധിക്കുന്ന രീതിയിൽ അതിവേഗമാണ് നിർമ്മാണ പുരോഗതി.
എഗ്രിമെന്റ് കാലയളവിനുള്ളിൽ കോൺക്രീറ്റിംഗ് നടപടികൾ പൂർത്തീകരിക്കാൻ കഴിയുന്ന സംസ്ഥാനത്തെ മാതൃകാപരമായ പദ്ധതിയാണിത്. നിർമ്മാണ കാലയളവിൽ ഈ പ്രവൃത്തിയോട് സഹകരിച്ച പോലീസ് ഫോഴ്സിനോടും ബസ് ഓണേഴ്സിനോടും ബസ് തൊഴിലാളികളോടും വിവിധ വാഹന യാത്രക്കാരോടും കോർപ്പറേഷന്റെ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തി. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഗർഭാശയഗള ക്യാൻസർ സ്ഥാനാർബുദ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. തെക്കുങ്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ക്യാമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ MB ബിനിത പദ്ധതി വിശദീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ MK ശ്രീജ, പുഷ്പ രാധാകൃഷ്ണൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ VC സജീന്ദ്രൻ, വാർഡ് മെമ്പർ ശാന്ത ഉണ്ണികൃഷ്ണൻ, മെമ്പർമാരായ AR കൃഷ്ണൻകുട്ടി, PT മണികണ്ഠൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ PP രാജീവ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പകുതിയിലധികം സ്ത്രീകളാണ്. ആ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഈ രോഗത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതും പ്രധാനമായും സ്ഥാനാർബുദമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് ഒരു മാമോഗ്രാം പദ്ധതി നടപ്പിലാക്കണം എന്ന് ഞങ്ങൾ 2021 കാലഘട്ടത്തിൽ ഞങ്ങൾ ആലോചിക്കുകയുണ്ടായി. പക്ഷെ ചില സാങ്കേതിക പ്രശ്നങ്ങളാലും വലിയ സാമ്പത്തികം വരുന്നത് മൂലം ഞങ്ങൾ അതിലേക്ക് പോകുമ്പോൾ കുറെ പ്രശ്നങ്ങൾ അതിനുവേണ്ടി നമ്മൾ നേരിടണം. അതുകൊണ്ട് ഞങ്ങളത് പിന്നീട് നമുക്ക് എടുക്കാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കുകയും അതിനുശേഷമാണ് ഇപ്പോൾ 2024-25 സാമ്പത്തിക വർഷം ഞങ്ങൾ ഇത് ഏതായാലും നമ്മുടെ കാലാവധി കഴിയാൻ പോവുകയാണ്, എന്തായാലും ഇത് നമുക്ക് ചെയ്തേ പറ്റൂ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഈ പദ്ധതിക്ക് പ്രൊജക്ട് വെച്ചത്. ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് Mediplus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല.
വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞു കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകളിലേക്ക്. മാലിന്യമുക്തം നവകേരളം പ്രഖ്യാപനത്തിന്റെ ഭാഗമായി പുത്തൂർ പഞ്ചായത്തിന്റെ ഇനി ഞാൻ ഒഴുകട്ടെ എന്ന പദ്ധതിയുടെ 3ാം ഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പുത്തൂർ പഞ്ചായത്ത് 11ാം വാർഡ് പുത്തൻകാട് നടത്തിയ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹായത്തോടെ പഞ്ചായത്ത് പരിധിയിലെ നീർച്ചാലുകൾ, തോടുകൾ, കുളങ്ങൾ എന്നിവ വൃത്തിയാക്കി വെള്ളം തടസ്സമില്ലാതെ ഒഴുകുന്നതിന് വഴിയൊരുക്കുക, കയർ ഭൂവസ്ത്രം നിർമ്മിച്ച് സംരക്ഷണ ഭിത്തികൾ സുരക്ഷിതമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. പഞ്ചായത്ത് അംഗങ്ങളായ നിമിഷ രതീഷ്, സുജിത അർജുനൻ, പഞ്ചായത്ത് ജൂനിയർ സൂപ്രണ്ട് ബിന്ദു, ഹെൽത്ത് ഇൻസ്പെക്ടർ ജിഷ, MGN RGS ജീവനക്കാരായ രേഷ്മ, ദീപ്തി, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. സംസ്ഥാന സർക്കാർ വളരെ കൃത്യതയോടുകൂടി നടപ്പിലാക്കുന്ന മാലിന്യമുക്ത നവകേരളം പദ്ധതി ജില്ലാ പ്രഖ്യാപനവും അതിനോടനുബന്ധിച്ച് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രഖ്യാപനവും നടക്കുന്ന ഈ അവസരത്തിൽ പുത്തൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ ഇനി ഞാൻ ഒഴുകട്ടെ എന്നുള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും നമ്മുടെ മാലിന്യമുക്ത നവകേരളത്തിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതിയുടെ 3ാം ഘട്ട പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് തൊഴിലുറപ്പ് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി നീർച്ചാലുകളുടെ സുഗമമായ ഒഴുക്ക് നല്ല രീതിയിലാക്കിക്കൊണ്ടും അതിനോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിനകത്തെ കുളങ്ങൾ, ചിറകൾ എന്നീ പല നീർച്ചാലുകൾ ഇവയൊക്കെ വൃത്തിയാക്കിക്കൊണ്ട് അവയുടെ ഒഴുക്കിനെ സുഗമമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ ഉദ്ഘാടനമാണ് ഇന്ന് വാർഡ് 11 നടക്കുന്ന ഈ നീർച്ചാലിൻ്റെ കെട്ടും അതിനോട് ബന്ധിച്ചിട്ടുള്ള തൊഴിലുറപ്പ് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി നല്ല രീതിയിൽ നടപ്പിലാക്കുന്നത്. നമ്മുടെ ജില്ലയുടെ പ്രഖ്യാപനം മാർച്ച് 30-ാം തീയതി, ഗ്രാമപഞ്ചായത്തുകൾ മാർച്ച് 20-ാം തീയതിക്കുള്ളിൽ പ്രഖ്യാപനം നടത്തണമെന്നാണ് സർക്കാരിൻ്റെ നിർദ്ദേശം. അതിനു വേണ്ടിയിട്ടുള്ള തീക്ഷ്ണ പ്രയത്നം ഞങ്ങൾ ഓരോ ദിവസവും നിരന്തരം നമ്മൾ ഓരോ വാർഡുകളെ ബേസ് ചെയ്ത് 23 വാർഡുകളെയും ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തീർച്ചയായും മാലിന്യമുക്ത നവകേരളം എന്ന ആശയം ഊന്നിക്കൊണ്ട് തന്നെ പുത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഈ അവസരത്തിൽ. തിരുവാണിക്കാവ് ഭഗവതിയുടെ കുംഭഭരണി വേല മഹോത്സവം പട്ടാളക്കുന്ന് ചേറുങ്കോട് ചൊവ്വ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും തിരുവാണിക്കാവ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. രക്ഷാധികാരികളായ കൃഷ്ണൻ ചേർപ്പിൽ, KR കുട്ടൻ, പ്രസിഡന്റ് സലീഷ്, സെക്രട്ടറി KM ഗോകുൽ, ട്രഷറർ AR വിനീഷ്, ശരത് MA, KS സജയ്, അനില, കമല, ഓമന എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. രാവിലെ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം 8 മുതൽ സോപാന സംഗീതം, 10:30 പ്രസാദഊട്ട്, 12:30 പുറത്തേക്ക് എഴുന്നള്ളിപ്പ്, ക്ഷേത്രനടയിൽ പഞ്ചവാദ്യം, 3:45 മുതൽ കിഴക്കൂട്ട് അനിയന്മാരാരുടെ നേതൃത്വത്തിൽ പാണ്ടിമേളം, 6:30 മുതൽ വേലവരവ്, 7:45 മുതൽ 10 മണി വരെ പെരിഞ്ഞനം ആലിങ്ങലമ്മ അവതരിപ്പിക്കുന്ന വീരനാട്യം എന്നിവ ഉണ്ടായി.
ഭിന്നശേഷി അധ്യാപക നിയമനം അപേക്ഷ ക്ഷണിച്ചു. ജിയോഗ്രഫി, ഗാന്ധിയൻ സ്റ്റഡീസ്, ബോട്ടണി, സുവോളജി വിഷയങ്ങളിൽ ഹയർ സെക്കൻഡറി അധ്യാപക നിയമനത്തിന് യോഗ്യരായ 50 വയസ്സിന് താഴെയുള്ള ഭിന്നശേഷി വിഭാഗക്കാരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. കാഴ്ച പരിമിതർ, കേൾവി പരിമിതർ, ലോക്കോമോട്ടർ, സെറിബ്രൽ പാൾസി, മസ്കുലർ ഡിസ്ട്രോഫി, ലെപ്രസി ക്യൂവേർഡ്, ആസിഡ് അറ്റാക്ക് വിക്ടിം, ഓട്ടിസം, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി, മെന്റൽ ഇൽനസ്, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി എന്നീ വിഭാഗത്തിൽപ്പെടുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്നാണ് അപേക്ഷ ക്ഷണിച്ചത്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കാർഡ്, UDID കാർഡ്, മറ്റ് അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം മാർച്ച് 12 മുൻപായി പ്രാദേശിക എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലോ ബന്ധപ്പെട്ട പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലോ നേരിട്ട് ഹാജരാകണമെന്ന് ഡിവിഷണൽ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചു. തൃശൂർ മുണ്ടൂർ വേളക്കോട് ഗൾഫ് ഫസ്റ്റ് പെട്രോ കെമിക്കൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഓയിൽ കമ്പനിയിൽ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരൻ ടിറ്റോ തോമസ് രാത്രിയിൽ തീയിട്ടു. തുടർന്ന് ഇയാൾ പേരാമംഗലം പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരായി. തീയിട്ട വിവരം സ്റ്റേഷനിൽ അറിയിച്ചതിനെ തുടർന്ന് അഗ്നിരക്ഷാ സേനയെ വിവരം അറിയിക്കുകയും ചെയ്തു. കുന്നംകുളം, വടക്കാഞ്ചേരി, ചാലക്കുടി നിലയങ്ങളിലെ വാഹനങ്ങൾ ഉൾപ്പെടെ പ്രവർത്തിപ്പിച്ച് രാവിലെ 10 മണിയോടുകൂടി തീ നിയന്ത്രണ വിധേയമാക്കി. ഓയിലിൽ ഉണ്ടായ തീ അണയ്ക്കുന്നതിന് ഫോം ഉപയോഗിച്ചിരുന്നു. അഗ്നിശമന സേന ഉദ്യോഗസ്ഥരായ തൃശൂർ ജില്ലാ ഫയർ ഓഫീസർ SOV, തൃശൂർ സ്റ്റേഷൻ ഓഫീസർ B വൈശാഖ്, വടക്കാഞ്ചേരി സ്റ്റേഷൻ ഓഫീസർ നിതീഷ്, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർമാരായ T അനിൽകുമാർ, B ഹരികുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് തീയണച്ചത്. കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയിൽ നിയമനം. തൃശൂർ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന് കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളിലേക്ക് പ്രൊഫസർ, അസോസിയേറ്റഡ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് ഡെപ്യൂട്ടേഷൻ, പുനർനിയമനം, കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡാറ്റ, പ്രായം, യോഗ്യത, പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം രജിസ്ട്രാർ, കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാല, മെഡിക്കൽ കോളേജ് PO, തൃശൂർ 680596 എന്ന വിലാസത്തിൽ മാർച്ച് 15 അപേക്ഷ സമർപ്പിക്കണം. ഡെപ്യൂട്ടേഷൻ നിയമനത്തിൽ നിലവിൽ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് എയ്ഡഡ് സ്ഥാപനങ്ങളിൽ തുടരുന്ന വ്യക്തികളെയും പുനർനിയമനത്തിന് KUHSൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് എയ്ഡഡ് സ്ഥാപനങ്ങളിൽ നിന്ന് വിരമിച്ചവരെയും മാത്രമേ പരിഗണിക്കുകയുള്ളൂ. ന്യൂ മീഡിയ ഡിജിറ്റൽ ജേർണലിസം ഡിപ്ലോമ അപേക്ഷ ക്ഷണിച്ചു. കേരള മീഡിയ അക്കാദമിയുടെ ന്യൂ മീഡിയ ആൻഡ് ഡിജിറ്റൽ ജേർണലിസം ഡിപ്ലോമ കോഴ്സിലേക്ക് ഈവനിംഗ് ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 മാസമാണ് കോഴ്സിന്റെ കാലാവധി. കൊച്ചി, തിരുവനന്തപുരം കേന്ദ്രങ്ങളിൽ വൈകിട്ട് 6 മുതൽ 8 വരെയാണ് ക്ലാസ് സമയം. ഒരേ സമയം ഓൺലൈനിലും ഓഫ്ലൈനിലും ക്ലാസ് ലഭ്യമാണ്. സർക്കാർ അംഗീകാരമുള്ള കോഴ്സിന് 35,000 രൂപയാണ് ഫീസ്. ഡിഗ്രിയാണ് വിദ്യാഭ്യാസ യോഗ്യത. പ്രായപരിധിയില്ല. മോജോ വെബ് ജേർണലിസം, ഓൺലൈൻ റൈറ്റിംഗ് ടെക്നിക്സ്, ഫോട്ടോ ജേർണലിസം, വീഡിയോ പ്രാക്ടീസ് തുടങ്ങിയവയിൽ പ്രായോഗിക പരിശീലനം നൽകും. അനുദിനം മാറുന്ന നവീന സാങ്കേതിക വിദ്യകൾ സ്വായത്തമാക്കുന്നതിലൂടെ ഓൺലൈൻ മാധ്യമ മേഖലയുടെ അനന്ത സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ കോഴ്സ് ഉപകരിക്കും. അവസാന തീയതി മാർച്ച് 7. ഓൺലൈനായി അപേക്ഷിക്കുന്നതിന് മീഡിയ അക്കാദമിയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 0484222275. ചാലക്കുടിയിൽ ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി റിമാൻഡിൽ. ഭാര്യ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് അതിക്രമിച്ചു കയറിയാണ് ഇയാൾ അരയിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് യുവതിയെ കുത്തുകയും വെട്ടുകയും ചെയ്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. സംഭവത്തിൽ നെല്ലായി പന്തല്ലൂർ സ്വദേശി പാണമ്പറമ്പിൽ 45 വയസ്സുള്ള സലീഷിനെ അറസ്റ്റ് ചെയ്തു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ സലീഷിനെ കൊടകര പോലീസും ചാലക്കുടി പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പിടികൂടിയത്. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജീവ് MK, സബ് ഇൻസ്പെക്ടർമാരായ ഋഷി പ്രസാദ്, ജോഫി ജോസ്, ഷാജഹാൻ, കൊടകര പോലീസ് ഇൻസ്പെക്ടർ അരിസ്റ്റോട്ടിൽ, സിവിൽ പോലീസ് ഓഫീസർ സുരേഷ് എന്നിവർ ചേർന്നാണ് സലീഷിനെ അറസ്റ്റ് ചെയ്തത്. ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി.
പനക്കൽ ആയുർവേദ ഫാർമസി വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. അറിഞ്ഞില്ലേ, നമ്മുടെ SBS ഗോൾഡിൽ ഹോൾസെയിൽ വിലയിലും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സാധാരണക്കാർക്ക് ഡിസ്കൗണ്ടും ഓഫറും. സ്വർണം, വെള്ളി ആഭരണങ്ങൾ, വെഡിംഗ് ആഭരണങ്ങൾ, HUD ഹോൾമാർക്ക് 100% 916 ആഭരണങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓർഡർ പ്രകാരം നിർമ്മിച്ചു നൽകുന്നു. SBS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. അപ്പോൾ എങ്ങനെയാ SBS ഗോൾഡിലേക്ക് പോയാലോ? പഴയ സ്വർണം മാറ്റി പുതിയതാക്കുമ്പോൾ പഴയ സ്വർണത്തിന് പൈസ കുറയുന്നുണ്ടോ? ആ പേടിയും വേണ്ട. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. SBS ഗോൾഡ് ജ്വല്ലേഴ്സ്, ഇളംതുരുത്തി. വീണ്ടും വാർത്തകളിലേക്ക്. പഞ്ചായത്തിലെ ഹരിത കർമ്മ സേനാംഗങ്ങൾക്ക് യൂണിഫോം വിതരണവും കൺവെയർ ബെൽറ്റിന്റെ ഉദ്ഘാടനവും നടന്നു. തെക്കുംകര ഗ്രാമപഞ്ചായത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിക്കുന്നതിനുള്ള കൺവെയർ ബെൽറ്റിന്റെ ഉദ്ഘാടനവും പഞ്ചായത്തിലെ ഹരിത കർമ്മ സേനാംഗങ്ങൾക്കുള്ള യൂണിഫോം വിതരണവും നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിലെ മുഴുവൻ പ്ലാസ്റ്റിക് വേസ്റ്റുകളും സംഭരിച്ച് പ്ലാസ്റ്റിക് മാലിന്യമുക്തമായ പഞ്ചായത്തായി മാറ്റുന്നതിനു വേണ്ടി ഹരിത കർമ്മ സേനാംഗങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഒരു സഹായമായാണ് കൺവെയർ ബെൽറ്റിന്റെ വിതരണം നടത്തിയത്. കളക്ട് ചെയ്തു വരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നതാണ് കൺവെയർ ബെൽറ്റിന്റെ പ്രവർത്തനം. നിരന്തരം കൂടി വരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ വേർതിരിച്ച് ക്ലീൻ കേരളയ്ക്ക് നൽകുന്നതിന് സഹായകമാകുന്ന രീതിയിലാണ് കൺവെയർ ബെൽറ്റിന്റെ പ്രവർത്തനം നടക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സബിത സതീഷ്, VC സജീന്ദ്രൻ, PR രാധാകൃഷ്ണൻ, മെമ്പർമാരായ AR കൃഷ്ണൻകുട്ടി, PT മണികണ്ഠൻ, ഐശ്വര്യ ഉണ്ണി, ഷൈനി ജേക്കബ്, C സുരേഷ്, VS ഷാജു, CDS ചെയർപേഴ്സൺ അജിത സുനിൽ, സെക്രട്ടറി ഡോക്ടർ TN ബിന്ദു, അസിസ്റ്റന്റ് സെക്രട്ടറി A മനോജ് കുമാർ, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ CS സന്തോഷ് എന്നിവർ സംസാരിച്ചു. ഈ വേസ്റ്റ് കളക്ട് ചെയ്യുന്നതിന് തിരഞ്ഞെടുക്കപ്പെട്ട 3 പഞ്ചായത്തുകളിൽ ഒരു പഞ്ചായത്തായി തെക്കുംകര ഗ്രാമപഞ്ചായത്തിൻ്റെ പേര് തീരുമാനിച്ചു വന്നിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായുള്ള ഈ വേസ്റ്റ് കളക്ഷൻ്റെ ഉദ്ഘാടനം ഇന്ന് നമ്മൾ കണിങ്ങാട്ടുകര 16 വാർഡിൽ വെച്ച് നിർവഹിക്കപ്പെടുകയുണ്ടായി. നമുക്കറിയാം, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ഹരിതകർമ്മ സേന വലിയ കഠിന പ്രയത്നം ചെയ്താണ് നമ്മൾ ഇന്നത്തെ ഈ നിലയിലേക്ക് എത്തപ്പെട്ടത് നമുക്കെല്ലാവർക്കും അറിയാം. ഒല്ലൂരിൽ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. ലോറി സ്കൂട്ടറിലിടിച്ചാണ് സ്കൂട്ടർ യാത്രികനായ ചേർപ്പ് സ്വദേശി ശ്രീവത്സം വീട്ടിൽ 58 വയസ്സുള്ള സോമൻ വാര്യർ മരിച്ചത്. മണ്ണുത്തി വടക്കുംചേരി ദേശീയപാത 6-ാം കല്ലിൽ ബൈക്കിടിച്ച് കാൽനടയാത്രക്കാരൻ മരിച്ചു. 6-ാം കല്ല് സ്വദേശി 57 വയസ്സുള്ള ബഷീറാണ് മരിച്ചത്. ദേശീയപാത മുറിഞ്ഞു കടക്കുന്നതിനിടെ ബഷീറിനെ ബൈക്കിടിക്കുകയായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. SSLC പരീക്ഷയുടെ ആദ്യ ദിനം ജില്ലയിൽ 36,145 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. കഴിഞ്ഞ ദിവസം അന്തരിച്ച പാണഞ്ചേരി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PV പത്രോസിന് അന്തിമോപചാരം അർപ്പിക്കാൻ റവന്യൂ മന്ത്രി K രാജനടക്കം നിരവധി രാഷ്ട്രീയ പ്രവർത്തകർ എത്തി. പത്മശ്രീ IM വിജയന് സുവർണ ബോൾ നൽകി തൃശൂർ പൗരാവലി ആദരിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പുന്നമ്പറമ്പിൽ ഗർഭാശയകള ക്യാൻസർ സ്ഥാനാർബുദ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. തിരുവാണിക്കാവ് ഭഗവതിയുടെ കുംഭഭരണി വേല മഹോത്സവം ആഘോഷിച്ചു. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Patikat Center, Thrissur.